ഇബ്നു അബി മുലൈക റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തിരുദൂതരുടെ വുദു ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം. ആദ്യം അദ്ദേഹം വുദു ചെയ്യുവാനുള്ള വെള്ളപാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് സകബ അല യമീനിഹി ഫഗസലഹ, തൻ്റെ വലത് കൈയിലേക്ക് അല്പം വെള്ളം പാത്രത്തിൽ നിന്ന് ചൊരിഞ്ഞു. എന്നിട്ട് അദ്ദേഹം കൈ കഴുകി. സുമ്മ അദ്ഖല യമീനഹു ഫിൽ ഇന, പിന്നെ ആ വലത് കൈ പാത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഫഗസല കഫൈഹി, പിന്നീട് തൻ്റെ കഫുകൾ ഇലൽ കൂഅൈൻ എന്നാണ്, എന്ന് പറഞ്ഞാൽ രണ്ട് മുൻകൈകളും കഴുകി സലാസൻ 3 പ്രാവശ്യം. കൂഴ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ മുൻകൈയും മുഴങ്കൈയും വേർപ്പെടുന്ന സ്ഥലം. ഏതായാലും അദ്ദേഹം മുൻകൈ രണ്ടും 3 പ്രാവശ്യം കഴുകി. പിന്നെ വലത് കൈ പാത്രത്തിൽ പ്രവേശിപ്പിച്ചു. സുമ്മ അദ്ഖല യമീനഹു ഫിൽ ഇന ഫതമദ്മദ സലാസൻ, 3 പ്രാവശ്യം വായിൽ വെള്ളം ചുഴറ്റി തുപ്പി. വസ്തൻഷഖ വസ്തൻസറ സലാസൻ, മൂക്കിലേക്ക് വെള്ളം പ്രവേശിപ്പിച്ച് അത് അദ്ദേഹം ചീറ്റി 3 പ്രാവശ്യം. സുമ്മ ഗസല വജ്ഹഹു സലാസ മറാത്തിൻ, പിന്നീട് 3 തവണ അദ്ദേഹം തൻ്റെ മുഖം കഴുകി. സുമ്മ ഗസല യദഹുൽ യുംന ഇലൽ മിർഫഖ് സലാസ മറാത്ത്, പിന്നെ 3 തവണ തൻ്റെ കൈ മുട്ട് ഉൾപ്പെടുത്തി കഴുകി. സുമ്മ ഗസല യദഹുൽ യുസ്റ മിസ്ല ദാലിക്, പിന്നെ അതുപോലെ 3 പ്രാവശ്യം മുട്ട് ഉൾപ്പെടുത്തി ഇടത് കൈയും കഴുകി. സുമ്മ അദ്ഖല യദഹു ഫഅഖദ മാഅൻ, പിന്നെ പാത്രത്തിൽ കൈ പ്രവേശിച്ച് വെള്ളമെടുത്തു. ഫമസഹ ബിറഅ്സിഹി വ ഉദുനൈഹി, അങ്ങനെ തൻ്റെ തലയും 2 ചെവികളും അദ്ദേഹം തടവി. സുമ്മ ഗസല റിജ്ലഹുൽ യുംന ഇലൽ കഅബൈനി സലാസ മറാത്ത്, പിന്നെ അദ്ദേഹം തൻ്റെ വലത് കാൽ നെരിയാണി ഉൾപ്പെടുത്തി 3 തവണ കഴുകി. സുമ്മ ഗസലൽ യുസ്റ മിസ്ല ദാലിക്, ഇടത് കാലും 3 പ്രാവശ്യം അദ്ദേഹം കഴുകി. ഇത് അദ്ദേഹം വുദുവിനെ കുറിച്ച് ചോദിച്ചവർക്ക് ചെയ്ത് കാണിച്ചതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഐന സായിലൂന അനിൽ വുദു, വുദുവിനെ കുറിച്ച് ചോദിച്ചവർ എവിടെ? ഹാകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവദ്ദ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്യുന്നത് ഇപ്രകാരമാണ് ഞാൻ കണ്ടത്. അതിൽ പിന്നെയാണ് അദ്ദേഹം ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ച വല്ലാഹി ല ഉഹദ്ദിസന്നകും ഹദീസൻ ലൗലാ ആയത്തുൻ ഫി കിതാബില്ലാഹ് മാ ഹദ്ദസ്തുകും എന്ന് പറയുകയുണ്ടായത്, ആ ഭാഗം പറയുകയുണ്ടായത്. അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരായത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത് പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ അനുബന്ധം നമ്മൾ കേട്ടതുപോലെ അദ്ദേഹം പറയുകയുണ്ടായത്. ഞാനിത് ഉദ്ധരിച്ചത് ഈ ആയത്ത് വേദക്കാർക്ക് മാത്രം പരിമിതപ്പെട്ട വിധിയെയല്ല അറിയിക്കുന്നത്. ഇതിൻ്റെ വിധി പരക്കെ പഠിച്ചവർക്ക്, പണ്ഡിതന്മാർക്കൊക്കെയാണ്. അതായിരുന്നു സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ഉദാഹരണം.